പാവൻ രേണുവിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ആദ്യം നമുക്ക് അത് കേൾക്കാം. നോക്കുന്നത് അറിഞ്ഞു വേറൊന്നുമല്ല, ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ കരയില്ല, കാരണം എന്നെ പോലെ ക്യാൻസർ പേഷ്യൻസ് കുറെ പേരുണ്ട്. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാകും. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട്, അവർക്ക് വിഷമമാകും. അപ്പം എന്റെ കുഞ്ഞ് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും, അതായത് ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര് ഞാൻ ഇന്നത് അറിഞ്ഞു. എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാൻ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല. ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. എനിക്ക് ആകെയുള്ള എന്റെ കുഞ്ഞാണ്. അവനെയും കൂടെ എന്നിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇല്ല. ഞാൻ എത്രത്തോളം വിഷമിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ തൊട്ട് ഇതൊക്കെ വെച്ചോണ്ട് നിങ്ങൾക്ക് അത് അതിന്റെ ഫീലിങ്സ് മനസ്സിലാക്കില്ല. എനിക്ക് എംപതി അല്ലെങ്കിൽ സിമ്പതി അതിനല്ല ഞാൻ ഈ വീഡിയോ എടുത്തതും ഒരിക്കലും. പക്ഷെ സ്നേഹമുള്ളവർ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എന്റെ കുഞ്ഞിനെ എനിക്കിനിയിപ്പം ഈ ക്യാൻസറിന്റെ വിഷയം ഇനിയിപ്പം മുന്നോട്ട് 5 കീമോ ഉണ്ട്. അതിലുപരി 2 lakhs മെഡിസിൻ, ഓരോ കീമോയ്ക്കും 2 lakhs മെഡിസിൻ വെച്ച് എനിക്ക് എടുക്കുന്നുണ്ട്. കേട്ടില്ലേ? അപ്പം എന്താ രേണു ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണുവിൻ്റെ മരണം ഉറപ്പിച്ചു. സോഷ്യൽ മീഡിയ രേണുവിൻ്റെ മരണം ഉറപ്പിച്ചു. രേണു ദിവസങ്ങൾ എണ്ണിയിരിക്കുന്ന ഒരു ക്യാൻസർ രോഗിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞാൽ ഋതപ്പനെ ആര് വളർത്തും? അതാണ് ഇപ്പോൾ അവിടുത്തെ ചോദ്യം. ഋതപ്പനെ വളർത്തുന്ന ആരാണ്? രേണുവിന് അച്ഛനുണ്ട്, അതുപോലെ ചേച്ചിയുണ്ട്, അവർ നോക്കും. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയണത്. അതും ഈ രേണു അറിഞ്ഞ കാര്യമാണ് പറയണത്, അറിയാത്ത കാര്യമല്ല പറയണത്. പക്ഷെ അത് ശരിയായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൂഢസംഘം ആരാണെന്ന് പറഞ്ഞിട്ടില്ല, ഇത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് പറഞ്ഞിട്ടില്ല, ഇതാരെ ഉദ്ദേശിച്ചെന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായി. പക്ഷെ നമ്മളൊരു കാര്യം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണു ഒരിക്കലും ഈ ഒരു ക്യാൻസർ കൊണ്ട് രേണു എന്തായാലും മരിക്കില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല മനസ്സുകളുടെ പ്രാർത്ഥന ഒരുപാട് രേണുവിനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ തൽക്കാലം ചികിത്സിക്കാനുള്ള പണം ആ രേണു തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 5 അല്ല 10 അല്ല 25 അല്ല 50 ലക്ഷം ചിലവാക്കിയാലും രേണു ജീവിതത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കുട്ടീനെ തട്ടിയെടുക്കാമെന്ന് വിചാരിച്ച് നടക്കുന്ന ഗൂഢസംഘം അതങ്ങട് ആ വെള്ളം അങ്ങോട്ട് ഇറക്കി വെച്ചോളെ, ആ പരിപ്പ് പോവില്ല എന്നാണ് നമ്മൾ പറയണത്. ആ പാവം എന്തെങ്കിലുമൊക്കെ ജീവിച്ചതിന് വേണ്ടിയിട്ട് 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എന്തിനാണ് ഈ കിടന്ന് ബഹളടിച്ചതെന്നും, എന്തിനാണ് ദുബായിൽ പോയെന്നും, എന്തിനാണ് ഈ പ്രൊമോഷൻ ചെയ്തതെന്നും, എന്തിനാണ് ഈ ഫിലിം ചെയ്തതെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പോൾ ആ മനസ്സിലാക്കിയ നിലയ്ക്ക് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് രേണുവിൻ്റെ കുട്ടീനെ നിങ്ങൾ ഇനി മരിച്ചു കഴിഞ്ഞാൽ തട്ടിയെടുക്കാമെന്ന് വിചാരിച്ച് ആരും പ്രവർത്തിക്കണ്ട. അങ്ങനെ പ്രവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് കണ്ണിൽ ചോരയില്ലാത്തൊരു കാര്യമായിട്ട് മാറും. ഇതിൻ്റെയൊക്കെ ശാപം നിങ്ങൾ എവിടെ കൊണ്ട് അനുഭവിക്കാൻ തീർക്കാമെന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പോൾ രേണു ആ കുട്ടീനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ബിഗ് ബോസിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് അവിടുന്ന് ചാടിപ്പോൾ ഓരാൻ കാരണം എന്താണ്? എനിക്ക് രേണുവിന് മകനെ കാണണം, ആ കുട്ടീനെ കാണാനുള്ള ആഗ്രഹമാണ്. ശ്രുതി മരിച്ചപ്പോൾ ഒരുപാട് TV-യിൽ ആ കുട്ടി കണ്ടുള്ള, എന്നാൽ കുട്ടി ചെറുതാണ്, കുട്ടി കണ്ടുള്ളതാണ്. അപ്പോൾ കുട്ടി എന്തൊക്കെ എല്ലാവരും പറഞ്ഞു അത് അച്ഛൻ മരിച്ചു, അതാണ് ഈ TV-യിൽ കാണിക്കുന്നുള്ളത്. ഇപ്പോൾ ബിഗ് ബോസിൽ വന്നപ്പോൾ രേണുവിനെ ഇങ്ങനെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കില്ല, വൈകുന്നേരം അവർ വീട്ടുകാരിന്ന് കാണില്ല. അപ്പോൾ ഋതപ്പൻ ചോദിക്കുക, അമ്മ മരിച്ച അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, വിഷമിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അത് തന്നെയല്ല, അവിടെ ഇരുന്നിട്ടൊരു കാര്യമില്ല. മാനസിക പ്രശ്നങ്ങൾ കൂടും, ടെൻഷൻ കൂടും. അതുപോലെയുള്ള ആൾക്കാർ അന്നത്തെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ക്യാൻസർ ഒന്നും കൂടിയും കൂടും. അതിനു മുൻപ് ഇവിടുന്ന് രക്ഷപ്പെട്ട് വല്ല പ്രൊമോഷനോ വീഡിയോ ചെയ്താൽ ഇതിനേക്കാളും കാശ് കൂടുതൽ കിട്ടും എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോകുന്നതാണ് ഈ പാവം. അപ്പോൾ അതുകൊണ്ട് രേണു പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്ന് നമുക്കറിയില്ല. നമുക്ക് രേണു പറയണതൊന്നും നമുക്ക് നുണയായിട്ട് നമുക്ക് തോന്നാറില്ല, സത്യം തന്നെയായിരിക്കും. സാഹചര്യം നമ്മളതിനെ വിശ്വസിക്കാനായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്കിനി രേണുവിൻ്റെ അസുഖമൊക്കെ മാറട്ടെ, ആരോഗ്യവതിയായി തിരിച്ചു വരട്ടെ. അപ്പോൾ അത് ബാക്കി നമുക്ക് ഇത്രയുള്ള വീഡിയോയിൽ പറയാനുള്ളൂ.